ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അവസാനം വരെ വീഡിയോ കാണാൻ മറക്കല്ലേ. ആഘോഷം എന്തായാലും എല്ലായിടത്തും മെയിൻ ഗസ്റ്റ് അത് കേക്ക് തന്നെയാണ്. അപ്പോൾ കേക്ക് ബേസ് ബോർഡ് കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല. പിന്നെ വേണ്ടത് പേപ്പർ പേസ്റ്റ്. പേപ്പർ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിലർ ചോദിച്ചു കണ്ടു. കുറച്ച് പേപ്പർ എടുത്ത് കുതിർത്ത് മിക്സിയിൽ 4 കറക്ക്, സാധനം റെഡി. അതിലേക്ക് PVA ഗ്ലൂവും കളറും മിക്സ് ചെയ്യുക. ബേസ് ബോർഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ മിക്സ് നേരെ തേച്ചങ്ങ് പിടിപ്പിക്കുക. ഇതിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ ഡാബ് ചെയ്തു കൊടുക്കാം. ഒരു പെന്നോ നീഡിലോ വെച്ച് ചെയ്തെടുക്കാം. ഈവനായി ഡാബ് ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നന്നായി ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം ബാക്കി സെറ്റാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വയറാണ്. ഇതിന് പകരം ക്ലേ കൊണ്ടും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസിയായി തോന്നുന്നത് അത് യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ ഇനി പ്രത്യേകിച്ച് കളർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വയർ ഞാനൊരു ടുലിപ്പ് ഫ്ലവർ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. കാണുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയാലും ഷേപ്പ് ആക്കിയെടുക്കാൻ ഈസിയാണ്. അതിൻ്റെ പോളി ടെക്നിക്ക് പിടികിട്ടിയാൽ മതി. നന്നായി ബെൻഡ് ആവേണ്ട സ്ഥലത്തൊക്കെ ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ബെൻഡ് ചെയ്തെടുക്കാം. ഇനി വയറിന് പകരം ക്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് വരച്ചെടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം കളർ അപ്ലൈ ചെയ്ത് ഗം വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിനെ ഈ ബേസിലേക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം ഞാൻ വുഡ് ഫിക്സ് വെച്ചൊന്ന് ട്രൈ ചെയ്തു. ബട്ട് അത് പേപ്പർ പേസ്റ്റിൻ്റെ കളർ ചെറുതാക്കി ചേഞ്ച് ആക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളാരും സൂപ്പർ ഗ്ലൂ, വുഡ് ഫിക്സ്, ഫ്ലെക്സി ക്യുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ പെയിൻറ് ചെയ്തതിൻ്റെ കളർ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ റിസൾട്ട് അത്ര ഭംഗിയാവില്ല. PVA ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം. വയറൊന്ന് സെക്യൂർ ആയി നിൽക്കാൻ മാസ്കിംഗ് ടേപ്പ് വെച്ച് ആദ്യം ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഈസിയായി ഗ്ലൂ ചെയ്യാൻ കഴിയും. ഉണങ്ങിയ ശേഷം റിമൂവ് ചെയ്തെടുക്കാം. ബേസിൻ്റെ 2 സൈഡിലേക്കും ഇത്തിരി തള്ളി നിൽക്കുന്നത് പോലുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് വയർ വെച്ച് മേക്ക് ചെയ്തെടുക്കാം. എനിക്ക് കുറച്ചുകൂടി ഈസിയായി തോന്നിയത് ടുലിപ്പ് ഫ്ലവർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഡിസൈൻ തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് ഫൈനൽ പ്രൊഡക്റ്റിനും അത്ര വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഈസിയായി എവിടെയും ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. ഗ്ലൂ നന്നായി ഉണങ്ങിയാൽ ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. വാളിൽ ഹാങ് ചെയ്യാൻ ബാക്ക് സൈഡിലായി ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റിക്കർ വെച്ച് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഐറ്റം വരെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. സാധാരണ 2 സൈഡഡ് സ്റ്റിക്കർ പോലെയല്ല, അത്യാവശ്യം വെയിറ്റ് വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ. നിങ്ങൾ ചോദിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാ ലിങ്ക് എൻ്റെ സ്റ്റോറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.